Hello students, നമ്മൾ trigonometry continue ചെയ്യാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടത് ആംഗിൾസ് നമ്മൾ ലൊക്കേറ്റ് ചെയ്തു, ഏത് ക്വാഡ്രന്റ് ആണെന്ന് ലൊക്കേറ്റ് ചെയ്തിട്ട് അതിന്റെ ട്രിഗണോമെട്രിക് റേഷ്യോസ് കാണുന്നതാണ്. ഇനി കുറച്ച് റിസൾട്ട്സ് ആണുള്ളത്. ആ റിസൾട്ട്സ് ഇതാണ്. sin 90 degrees minus theta. നിങ്ങൾക്കറിയാം 190 എന്ന് പറഞ്ഞാൽ എവിടെയാണ്? 190. അപ്പോൾ മൈനസ് പറയുന്നത് ഫസ്റ്റ് ക്വാഡ്രന്റ്. അപ്പോൾ 90 മൈനസ് പറയുന്നത് ഫസ്റ്റ് ക്വാഡ്രന്റ് ആണ്. അപ്പോൾ ഇത് y ആക്സിസ് ആയതുകൊണ്ട് ഈ sin എന്നുള്ളത് cos ആയി മാറും. എന്നിട്ട് നേരത്തെ കണ്ടുപോലെ ഈ 90 കളഞ്ഞാൽ മതി. സോ sin 90 minus theta equal to cos theta. അതുപോലെ cos 90 minus theta, that is sin theta. Okay, tan 90 degree minus theta, that is cot theta. ഇവിടെ ശ്രദ്ധിച്ചേ, 90 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 1 into 90 ആണ്. അപ്പോൾ അതിവിടെയാണ്. അപ്പോൾ മൈനസ് എന്ന് പറയുമ്പോൾ അത് ഫസ്റ്റ് ക്വാഡ്രന്റ് ആണ്. ഫസ്റ്റ് ക്വാഡ്രന്റിൽ ഇതെല്ലാം പോസിറ്റീവ് ആണ്. ഇത് y ആക്സിസ് ആയതുകൊണ്ട് റേഷ്യോ അതിന്റെ കോ റേഷ്യോ ആയിട്ട് മാറും. ഇത് മൂന്ന് ഇമ്പോർട്ടന്റ് റിസൾട്ട്സ് ആണ്. നമുക്ക് അടുത്ത വർഷമൊക്കെ വേണ്ട റിസൾട്ട് ആണ്. sin 90 minus theta equal to cos theta, cos 90 minus theta equal to sin theta, tan 90 minus theta equal to cot theta. അതുപോലെ cot 90 minus theta, cotന്റെ കോ റേഷ്യോ tan ആണ്, tan theta. sec 90 minus theta equal to cosec theta, or cosec 90 minus theta equal to sec theta. അപ്പോൾ ഇതിന്റെ യൂസ് എന്ന് പറയുന്നത്, അപ്പോൾ ഇത് സെയിം തിങ് തന്നെ. അപ്പോൾ sin theta ഇതിനെ എനിക്ക് cos ആക്കണമെങ്കിൽ, ഇപ്പോൾ sin theta അതിനെ cos ആയിട്ട് മാറ്റണമെങ്കിൽ അതിന്റെ കോംപ്ലിമെന്ററി ആംഗിൾ, ഇതിന് കോംപ്ലിമെന്ററി എന്നാണ് പറയുന്നത്. രണ്ട് ആംഗിൾസ് കോംപ്ലിമെന്ററി എന്ന് പറയണമെങ്കിൽ അതിന്റെ സം 90 ഡിഗ്രി ആണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 20 ഡിഗ്രി ആൻഡ് 70 ഡിഗ്രി, അത് കോംപ്ലിമെന്ററി ആംഗിൾസ് ആണ്. അപ്പോൾ 20യുടെ കോംപ്ലിമെന്ററി ആംഗിൾ 70യും 70യുടെ കോംപ്ലിമെന്ററി ആംഗിൾ 20യും. അപ്പോൾ ഈ sin theta cos ആക്കണമെങ്കിൽ അപ്പോൾ sin theta is same as cos തീറ്റയുടെ കോംപ്ലിമെന്ററി ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രി മൈനസ് തീറ്റ. അപ്പൊ അങ്ങനെ ചേഞ്ച് ചെയ്യാം. അപ്പോൾ സൈനിനെ cos ആക്കണമെങ്കിൽ sin theta equal to cos 90 minus theta. അതുപോലെ cos theta equal to sin 90 minus theta. അതുപോലെ tan theta equal to cot 90 minus theta. Cot theta equal to tan 90 minus theta. Sec theta equal to cosec 90 minus theta. Cosec theta equal to sec 90 minus theta. ഈ റിസൾട്ട് തന്നെയാണ് ഞാൻ എഴുതിയിരിക്കുന്നത്, തിരിച്ചെഴുതിയിരിക്കുന്നത്. അപ്പോൾ സൈനിനെ കോസ് ആക്കണമെങ്കിൽ ആ ആംഗിൾ അതിന്റെ കോംപ്ലിമെന്ററി ആക്കും. അതുപോലെ കോസിനെ സൈൻ ആക്കണമെങ്കിൽ cos theta equal to sin 90 minus theta. ടാനിനെ കോട്ട് ആക്കും, കോട്ടിനെ ടാൻ, സിക് ടു കൊസിക് ആൻഡ് കൊസിക് ടു സിക്. അപ്പോൾ ഒരു റേഷ്യോയെ അതിന്റെ കോംപ്ലിമെന്ററി റേഷ്യോയിലോട്ട് മാറ്റാം. ആ ആംഗിളിനെ ആ കോംപ്ലിമെന്ററി ആംഗിൾ ആയിട്ട് എഴുതിയാൽ മതി. ഓക്കെ, അപ്പൊ അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ sin say 20 degree, this is same as cos 90 minus 20, അതിന്റെ കോംപ്ലിമെന്ററി. so that is same as cos 70 degree. അപ്പോൾ sin 20 degrees is same as cos 70 degree. അല്ലെങ്കിൽ cos 60 degree, that is same as cos നെ sin ആക്കാം. cos നെ sin ആക്കും, ആ കോംപ്ലിമെന്ററി റേഷ്യോയിലോട്ടുള്ള ചേഞ്ച് ആണ്. cos നെ sin ആക്കുമ്പോൾ ഈ ആംഗിൾ അതിന്റെ കോംപ്ലിമെന്ററി ആംഗിൾ ആയി മാറും. so this is same as sin 30. നിങ്ങൾക്കറിയാം ഈ രണ്ട് വാല്യൂസും 1/2 തന്നെയാണ്. cos 60 1/2 ആണ്, sin 30 1/2 ആണ്. അതുപോലെ tan 40 ഡിഗ്രി, ഇതിനെ ഇനി കോട്ട് ആക്കണമെങ്കിൽ ടാന്റെ കോംപ്ലിമെന്ററി റേഷ്യോ കോട്ട് ആണ്. കോട്ട് ആംഗിൾ അതിന്റെ കോംപ്ലിമെന്ററി ആംഗിൾ ആക്കിയാൽ മതി. cot 90 minus 40 degree, that is cot 50 degree. അപ്പോൾ tan 40 degree is same as cot 50 degree. or sec say 70 degree. sec ന്റെ കോംപ്ലിമെന്ററി റേഷ്യോ cosec ആണ്. വളരെ cosec ലോട്ട് മാറ്റണമെങ്കിൽ ഈ ആംഗിൾ 90 ഡിഗ്രി മൈനസ് 70 ഡിഗ്രി,
that is cosec 10 degrees. ഇപ്പോൾ നേരത്തെ എഴുതിയ റിസൾട്ടുകൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റിസൾട്ട് ആണ്. അപ്പോൾ അത് നമ്മൾ മെയിൻ ആയിട്ട് നമ്മൾ പലയിടത്തും കാണുന്നത് ഇതാണ്. അപ്പോൾ sin 90 minus theta equal to cos theta, sin 90 plus theta, sorry, cos 90 minus theta equal to sin theta. Okay, or tan 90 minus theta equal to cot theta. ഇത് മൂന്നാണ് നമ്മൾ യൂഷ്വലി നമ്മൾ കാണുന്ന മൂന്ന് റിസൾട്ടുകളാണ്. ഇതിപ്പോൾ 90 മൈനസ് ആണ്. ഇത് 90 പ്ലസ് ആണെങ്കിൽ നേരത്തെ ഈ 90 മൈനസ് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു അത് ഫസ്റ്റ് ക്വാർട്ടർ ആയിരുന്നു. പക്ഷെ 90 പ്ലസ് എന്ന് പറയുമ്പോൾ അത് സെക്കൻഡ് ക്വാർട്ടറിലാണ്. ഫസ്റ്റ് ക്വാർട്ടറിൽ എല്ലാം പോസിറ്റീവ് ആയിരുന്നു. പക്ഷെ ഇവിടെ എങ്ങനെയല്ല, ചില വ്യത്യാസമുണ്ട്. ഇപ്പോൾ സൈൻ 90 പ്ലസ് തീറ്റ. അപ്പോൾ ഇത് സെക്കൻഡ് ക്വാർട്ടറിലാണ്. സെക്കൻഡ് ക്വാർട്ടറിൽ സൈൻ പോസിറ്റീവ് തന്നെയാണ്. അപ്പോൾ ഈ സൈൻ കോസ് ആകും. ഇത് y ആക്സ് ആണ്. y ആക്സ് ആകുമ്പോൾ അതിന്റെ കോറേഷ്യോ ആയിട്ട് മാറും. y ആക്സിസ് പ്ലസ് തീറ്റ ആകുമ്പോൾ കോറേഷ്യോ ആയിട്ട് മാറും. സോ ദിസ് ഇസ് സെയിം ആസ് cos തീറ്റ. എന്നിട്ട് ഈ 90 എങ്ങനെ cos 90 plus theta. സെക്കൻഡ് ക്വാർട്ടറിലാണ്. സെക്കൻഡ് ക്വാർട്ടറിൽ കോസ് നെഗറ്റീവ് ആണ്. ഇത് y ആക്സ് ആയതുകൊണ്ട് ഈ കോസ് അതിന്റെ കോറേഷ്യോ ആയി മാറും. സൈൻ തീറ്റ ആയി മാറും. കോസ് സൈൻ ആയി മാറും. ഓക്കെ, കോസ് സൈൻ ആയി മാറും. ഓക്കെ, അതുപോലെ tan 90 plus theta. സെക്കൻഡ് ക്വാർട്ടറിൽ tan നെഗറ്റീവ് ആണ്. ഇത് y ആക്സ് ആയതുകൊണ്ട് tan cot ആയി മാറും. cot theta. Okay, cot 90 degrees plus theta. സെക്കൻഡ് ക്വാർട്ടറിൽ tan നെഗറ്റീവ് ആണ്. അപ്പോൾ cot നെഗറ്റീവ് ആണ്. cot tan ആണ്. tan theta. sec 90 degree plus theta. സെക്കൻഡ് ക്വാർട്ടറിൽ cos നെഗറ്റീവ് ആണ്. അപ്പോൾ sec നെഗറ്റീവ് ആണ്. because sec ഇത് y ആക്സ് ആയതുകൊണ്ട് sec cosec ആയി മാറും. cosec theta. cosec 90 degree plus theta. സെക്കൻഡ് ക്വാർട്ടറിൽ സൈൻ ആണ് പോസിറ്റീവ്. സൈൻ പോസിറ്റീവ് ആണെങ്കിൽ cosec പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ ഇത് പോസിറ്റീവ് തന്നെയാണ്. ഇത് cosec sec ആയി മാറും. ഇത് പോസിറ്റീവ് തന്നെയാണ്. സോ ദിസ് ഇസ് സെയിം ആസ് cosec sec ആയി മാറും. ഈ y ആക്സിസ് ആയതുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞു, കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് ഈ y ആക്സിസ് പ്ലസ് അല്ലെങ്കിൽ മൈനസ് എന്ന് പറയുമ്പോൾ സൈൻ കോസ് ആകും, കോസ് സൈൻ ആകും, ടാൻ കോട്ട് ആകും, കോട്ട് ടാൻ ആകും, sec cosec ആകും, cosec sec ആകും. പിന്നെ അത് പ്ലസോ മൈനസോ എന്നുള്ളത് ആ ക്വാഡ്രന്റിലെ ആ റേഷ്യോ പ്ലസ് ആണോ മൈനസ് ആണോ എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അടുത്ത സൈൻ 180 ഡിഗ്രി മൈനസ് തീറ്റ. അപ്പോൾ 180 എന്ന് പറയുന്നത് ഇവിടെ എക്സ് ആക്സ് ആണ്, അതിന്റെ പൊസിഷൻ നെഗറ്റീവ് എക്സ് ആക്സ് ആണ്. മൈനസ് എന്ന് പറയുമ്പോൾ ഇതാണ് സെക്കൻഡ് ക്വാഡ്രന്റ്. ഇവിടെ വരെയാണ് 180. 180 മൈനസ് എന്ന് പറയുമ്പോൾ അതിന് മുന്നേ സ്റ്റോപ്പ് ചെയ്യും. 180 ഇവിടെയാണ്. മൈനസ് ആയതുകൊണ്ട് ആ ക്ലോക്ക് വൈസ് ആണ് നമ്മൾ മൂവ് ചെയ്യുന്നത്. 180 നിന്നും ക്ലോക്ക് വൈസ്. ഇത് 180 മൈനസ് ആയതുകൊണ്ട് ഫസ്റ്റ് ക്വാഡ്രന്റിൽ സൈൻ പോസിറ്റീവ് ആണ്. ഇനി ഇത് എക്സ് ആക്സ് ആണെങ്കിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടു, ഇത് എക്സ് ആക്സ് ആണെങ്കിൽ ഈ റേഷ്യോ ചേഞ്ച് ചെയ്യില്ല, സെയിം റേഷ്യോ തന്നെയാണ്. പ്ലസ് ആണ്, സെക്കൻഡ് ക്വാർട്ടറിൽ സൈൻ പ്ലസ് ആണ്, റേഷ്യോ ചേഞ്ച് ചെയ്യില്ല. സോ സൈൻ പിന്നെ 180 കളയാം, പിന്നെ ആ തീറ്റ മാത്രം വരുന്നുള്ളൂ. cos 180 മൈനസ് തീറ്റ. സെക്കൻഡ് ക്വാർട്ടറിൽ കോസ് നെഗറ്റീവ് ആണ്, സോ മൈനസ്. ഇത് എക്സ് ആക്സ് ആയതുകൊണ്ട് റേഷ്യോ ചേഞ്ച് ഇല്ല, കോസ് തീറ്റ. tan 180 മൈനസ് തീറ്റ. സെക്കൻഡ് ക്വാർട്ടറിൽ tan നെഗറ്റീവ് ആണ്, റേഷ്യോ ചേഞ്ച് ഇല്ല, മൈനസ് tan തീറ്റ. cot 180 minus theta, that is minus cot theta. Sec 180 minus theta, that is same as minus sec theta. Cosec 180 minus theta. Second quadrant is sin positive ആയതുകൊണ്ട് cosec പോസിറ്റീവ് ആണ്, അപ്പോൾ പോസിറ്റീവ് ആണ്. So this is same as ratio ചേഞ്ച് ഇല്ല, cosec theta. But ഇത് സെക്കൻഡ് ക്വാഡ്രന്റ് ആണ്. 180 minus theta അത് സെക്കൻഡ് ക്വാഡ്രന്റ്. X axis minus and same ratio തന്നെയാണ്.
y ആക്സിസ് പ്ലസ് തീറ്റ അല്ലെങ്കിൽ മൈനസ് തീറ്റ എന്ന് പറയുമ്പോഴാണ് റേഷ്യോ കോറേഷ്യോ ആണ്. x ആക്സിസ് പ്ലസ് തീറ്റ അല്ലെങ്കിൽ മൈനസ് തീറ്റ എന്ന് പറയുമ്പോൾ റേഷ്യോ ചേഞ്ച് ചെയ്യില്ല, സെയിം റേഷ്യോ തന്നെ. ഇനി സൈൻ 180 പ്ലസ് തീറ്റ. തേർഡ് ക്വാഡ്രന്റ് ആണ് 180. ഇവിടെയാണ് 180 പ്ലസ് എന്ന് പറയുമ്പോൾ ആന്റി ക്ലോക്ക് വൈസ് പ്ലസ് കൂടുതലാണ്, റൊട്ടേഷൻ വീണ്ടും കുറച്ചുകൂടെ റൊട്ടേറ്റ്. തേർഡ് ക്വാഡ്രന്റിൽ സൈൻ നെഗറ്റീവ് ആണ്. ഇത് എക്സ് ആക്സിസ് ആയതുകൊണ്ട് റേഷ്യോ ചേഞ്ച് ചെയ്യില്ല, സോ മൈനസ് സൈൻ തീറ്റ. cos 180 പ്ലസ് തീറ്റ. തേർഡ് ക്വാഡ്രന്റിൽ കോസും മൈനസ് ആണ്, സോ മൈനസ് കോസ് തീറ്റ. tan 180 പ്ലസ് തീറ്റ. തേർഡ് ക്വാഡ്രന്റിൽ tan പോസിറ്റീവ് ആണ്, സോ പോസിറ്റീവ് ആണ്, സോ tan തീറ്റ. പോസിറ്റീവ് എഴുതണമെന്നില്ല, tan തീറ്റ. cot 180 പ്ലസ് തീറ്റ. അതും പോസിറ്റീവ്, tan പോസിറ്റീവ് ആണ്, കോട്ടും പോസിറ്റീവ് ആണ്, സോ ദിസ് ഈസ് സെയിം ആസ് cot തീറ്റ. sec 180 പ്ലസ് തീറ്റ. അത് മൈനസ് sec തീറ്റ, കാരണം തേർഡിൽ കോസ് നെഗറ്റീവ് ആണ്, അതുകൊണ്ട് സെക്കും നെഗറ്റീവ് ആണ്. അപ്പോൾ sec 180 ഡിഗ്രി പ്ലസ് തീറ്റ, ദാറ്റ് ഈസ് മൈനസ് sec തീറ്റ. അപ്പോൾ ഇതാണ്. ഇനി 270 ആണ്. അപ്പോൾ sin 270 മൈനസ് തീറ്റ. 270 എന്ന് പറയുമ്പോൾ ഇവിടെയാണ് 270, മൈനസ് എന്ന് പറയുമ്പോൾ അതിന് മുന്നെയാണ്. തേർഡ് ക്വാഡ്രന്റ് ആണ്. 270 90 180 270. 270 എന്ന് പറയുമ്പോൾ y ആക്സിസ് ആണ്. നമ്മൾ ഇത് y ആക്സിസ് ആണ്, y ആക്സിസ് ആണ്, തേർഡ് ക്വാഡ്രന്റ് ആണ്. ഇങ്ങനെ y ആക്സിസ് പ്ലസ് അല്ലെങ്കിൽ മൈനസ് ആകുമ്പോൾ റേഷ്യോ ചേഞ്ച് ചെയ്യും. ആദ്യം അതിന്റെ സൈൻ പ്ലസ് ആണോ മൈനസ് ആണോ എന്നുള്ളത്. തേർഡ് ക്വാഡ്രന്റിൽ സൈൻ മൈനസ് ആണ്. തേർഡ് ക്വാഡ്രന്റ് ആംഗിൾ സൈൻ നെഗറ്റീവ് ആണ്. ഇനി ഇത് y ആക്സിസ് ആയതുകൊണ്ട് ഈ സൈൻ കോസ് ആയി മാറും, സോ മൈനസ് കോസ് തീറ്റ. cos 270 മൈനസ് തീറ്റ. തേർഡ് ക്വാഡ്രന്റിൽ കോസ് നെഗറ്റീവ് ആണ്. ഇത് y ആക്സിസ് ആയതുകൊണ്ട് കോസ് സൈൻ ആയി മാറും, മൈനസ് സൈൻ തീറ്റ. tan 270 മൈനസ് തീറ്റ. tan 270 മൈനസ് തീറ്റ. തേർഡ് ക്വാഡ്രന്റ് tan പോസിറ്റീവ് ആണ്. ഇത് y ആക്സിസ് ആയതുകൊണ്ട് tan cot ആയി മാറും, cot തീറ്റ. cot 270 മൈനസ് തീറ്റ. പോസിറ്റീവ് ആണ്, tan പോസിറ്റീവ് ആണ്, അതുകൊണ്ട് കോട്ടും പോസിറ്റീവ് ആണ്. ഇത് y ആക്സിസ് ആയതുകൊണ്ട് cot tan ആയി മാറും, tan തീറ്റ. sec 270 മൈനസ് തീറ്റ. നെഗറ്റീവ് ആണ്. തേർഡ് ക്വാഡ്രന്റിൽ കോസ് നെഗറ്റീവ് ആണ്, അതുകൊണ്ട് sec നെഗറ്റീവ് ആണ്. ഇത് y ആക്സിസ് ആണ്, sec cosec ആയി മാറും, cosec. cosec 270 മൈനസ് തീറ്റ മൈനസ് sec തീറ്റ. തേർഡ് ക്വാഡ്രന്റിൽ cosec നെഗറ്റീവ് ആണ്, സൈൻ നെഗറ്റീവ് ആണ്, അതുകൊണ്ട് നെഗറ്റീവ്. പിന്നെ ഇത് y ആക്സിസ് ആയതുകൊണ്ട് cosec sec ആയി മാറും. ഇതാണ് 270 മൈനസ് തീറ്റ. ഇനി 270 പ്ലസ് ആയിരുന്നെങ്കിൽ sin 270 ഡിഗ്രി പ്ലസ് തീറ്റ. പ്ലസ് ആയിരുന്നെങ്കിൽ ഇവിടെയാണ് ഇങ്ങനെ ക്ലോക്ക് വൈസ് ആണ്, ആന്റി ക്ലോക്ക് വൈസ് ആണ് പോകുന്നത്. അപ്പൊ അത് ഫോർത്ത് ക്വാഡ്രന്റ് ആണ്. ഫോർത്ത് ക്വാഡ്രന്റിൽ സൈൻ നെഗറ്റീവ് ആണ്. ഇത് y ആക്സിസ് ആയതുകൊണ്ട് സൈൻ കോസ് ആയി മാറും, cos തീറ്റ. cos 270 പ്ലസ് തീറ്റ. ആ ഫോർത്ത് ക്വാഡ്രന്റിൽ കോസ് പോസിറ്റീവ് ആണ്. ഇത് y ആക്സിസ് ആയതുകൊണ്ട് കോസ് സൈൻ ആയി മാറും. tan 270 പ്ലസ് തീറ്റ മൈനസ് cot തീറ്റ. cot 270 ഡിഗ്രി പ്ലസ് തീറ്റ. ഫോർത്ത് ക്വാഡ്രന്റ് tan നെഗറ്റീവ്, cot നെഗറ്റീവ് ആണ്, cot tan ആയി മാറും, tan തീറ്റ. കാരണം ഇത് y ആക്സിസ് ആയിരുന്നു. ഓക്കേ, sec 270 പ്ലസ് തീറ്റ. ഫോർത്ത് ക്വാഡ്രന്റിൽ കോസ് പോസിറ്റീവ് ആണ്, അതുകൊണ്ട് സെക്കും പോസിറ്റീവ് ആണ്. ഇനി ഇത് y ആക്സിസ് ആയതുകൊണ്ട് sec cosec ആയി മാറും. So this is cosec. cosec
270 plus theta. Okay. Fourth quadrant sine negative, അതുകൊണ്ട് cosecum negative ആണ്. ഇത് y axis ആയതുകൊണ്ട് cosec sec ആയി മാറും. So this is minus sec theta. Then 270 plus theta. ഇനി അറിയാവുന്നത് പോസിറ്റീവ് x axis ആണ്. അപ്പോൾ നമ്മൾ കണ്ടത് പോസിറ്റീവ് y axis plus theta minus theta, നെഗറ്റീവ് x axis minus theta plus theta, നെഗറ്റീവ് y axis minus theta plus theta. ഇനി 360 അത് പോസിറ്റീവ് x axis ആണ്. Sin 360 degrees minus theta. ഇവിടെയാണ് 360 മൈനസ് പറയുമ്പോൾ അത്രയും വരത്തില്ല. ഫോർത്ത് ക്വാഡ്രന്റിൽ സൈൻ നെഗറ്റീവ് ആണ്. ഇത് x axis ആയതുകൊണ്ട് സെയിം റേഷ്യോ. So this is same as sin theta. The cos 360 minus theta. Fourth quadrant cos positive ആണ്. So this is same as cos theta. Tan 360 minus theta. ഇവിടെ റേഷ്യോ ചേഞ്ച് ഇല്ലേ? ഈ സൈൻ കാരണം ഇത് x axis ആയതുകൊണ്ട് സൈൻ തന്നെയാണ്, കോസ് തന്നെയാണ്, ടാൻ തന്നെയാണ്. ഇത് നെഗറ്റീവ് ആണ്. ഫോർത്ത് ക്വാഡ്രന്റിൽ ടാൻ നെഗറ്റീവ് ആണ്. സോ മൈനസ് ടാൻ തീറ്റ. cot 360 minus theta minus cot theta. sec 360 minus theta. അവിടെ cos പോസിറ്റീവ് ആണ്, അതുകൊണ്ട് secum പോസിറ്റീവ് ആണ്. So positive ആണ് sec theta. cosec 360 minus theta. The same as minus cosec theta. ഇതാണ് 360 minus theta. പോസിറ്റീവ് x axis minus theta. ഇനി ഇതിനെല്ലാം പ്ലസ് ഇടുമ്പോൾ sin 360 degree plus theta. ഇത് ഫസ്റ്റ് ക്വാഡ്രന്റ് ആണ്, അതുകൊണ്ട് എല്ലാം പോസിറ്റീവ് ആണ്. ഫസ്റ്റ് ക്വാഡ്രന്റ് ആയതുകൊണ്ട് 360 പ്ലസ് എന്ന് പറയുമ്പോൾ ഇവിടെയാണ്. ഫസ്റ്റ് ക്വാഡ്രന്റ് ആയതുകൊണ്ട് എല്ലാം പോസിറ്റീവ് ആണ്. ഇത് x axis ആണ്, അതുകൊണ്ട് റേഷ്യോ ചേഞ്ച് ഇല്ല. അപ്പോൾ sin 360 plus theta is same as sin theta. cos 360 plus theta is same as cos theta. tan 360 plus theta, this is same as tan theta. cot 360 plus theta is same as cot theta. sec 360 plus theta is same as sec theta. cosec 360 plus theta is same as cosec theta. Okay. ഇനി ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് ജനറലൈസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ സൈൻ സേ n into 90 degrees plus theta. Okay. ഈ n ഓഡ് ആണെങ്കിൽ, ഇതൊരു ഓഡ് മൾട്ടിപ്പിൾ ഓഫ് 90 ആണെങ്കിൽ ഇത് y axis ആയിരിക്കും. ഓക്കെ. y axis ആണെങ്കിൽ നിങ്ങൾക്കറിയാം ഈ റേഷ്യോ കോസ് ആണ്, സൈൻ കോസ് ആണ്. പിന്നെ ഈ അത് പ്ലസ് ആണോ മൈനസ് ആണോ എന്നുള്ളത് ഇതിനെ ഡിപ്പെൻഡ് ചെയ്യും. സോ ദിസ് ഈസ് പ്ലസ് ഓർ മൈനസ്, നമുക്കറിയില്ല ഏതാണ്. സോ ദിസ് ഈസ് പ്ലസ് ഓർ മൈനസ് കോസ് തീറ്റ ആയിരിക്കും എപ്പോഴാണ് if n is odd. if n is odd. ഇപ്പൊ n into 90, അത് ഈ n ഒരു ഓഡ് നമ്പർ ആണെങ്കിൽ എന്ന് പറഞ്ഞാൽ 1 into 90 അല്ലെങ്കിൽ 3 into 90 അല്ലെങ്കിൽ 5 into 90 അല്ലെങ്കിൽ 7 into 90. n ഓഡ് നമ്പർ ആണെങ്കിൽ ഇതെന്ന് പറയുന്നത് എപ്പോഴും y axis ആയിരിക്കും. This n into 90 degrees എന്ന് പറയുന്നത് that refers to y axis if n is odd. അല്ല n into 90 degree അത് x axis ആയിരിക്കും. like 2 into 90 degree 180 അത് നെഗറ്റീവ് x axis. 4 into 90 degree 300 degree 360 degrees അത് പോസിറ്റീവ് x axis. so this refers to x axis if n is what? if n is even. so n into 90 degree gives you the y axis if n is odd. n into 90 degree gives you the x axis if n is even.
അപ്പോൾ ഇവിടെ n odd ആണെങ്കിൽ ഇത് y ആക്സ് ആണ്, y ആക്സ് ആണെങ്കിൽ അത് sin cos ആകും. പിന്നെ അത് പ്ലസ് ആണോ മൈനസ് ആണോ എന്നുള്ളത് that depends on the quadrant. ഇത് ഏത് ക്വാഡ്രന്റിലാണോ അങ്ങനെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ ഇത് സെക്കൻഡ് ക്വാഡ്രന്റ് ആണെങ്കിൽ പോസിറ്റീവ്, ഫസ്റ്റ് ക്വാഡ്രന്റ് ആണെങ്കിൽ പോസിറ്റീവ് സൈൻ ആയതുകൊണ്ട്. അല്ല ഇത് തേർഡ് ക്വാഡ്രന്റ് ആണെങ്കിൽ അത് നെഗറ്റീവ് ആയിരിക്കും. അതുപോലെ ഫോർത്ത് ക്വാഡ്രന്റ് ആണെങ്കിലും അത് നെഗറ്റീവ് ആയിരിക്കും. ആ പ്ലസ് ഓർ മൈനസ് ഉള്ളത് ആ ക്വാഡ്രന്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അത് നമുക്ക് ഇപ്പൊ പറയാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ് ഞാൻ പ്ലസ് ഓർ മൈനസ് കൊടുത്തത്. അല്ല sin n into 90 degrees plus theta, this is same as plus or minus ആ same ratio തന്നെയായിരിക്കും if n is even. കാരണം n even ആകുമ്പോൾ ഇവിടെ ഇത് x ആക്സിസ് ആണ്. x ആക്സിസ് പ്ലസ് തീറ്റ എന്ന് പറയുമ്പോൾ റേഷ്യോ മാറില്ല. ഇനി പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നുള്ളത് ആ ക്വാഡ്രന്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓക്കെ, ഇതുപോലെ തന്നെ എല്ലാത്തിലും ഇതുപോലെ തന്നെയാണ്. ബാക്കി ഇതിപ്പോ ഞാൻ സൈനിന്റെ കേസാണ് എഴുതിയിരിക്കുന്നത്, കോസിനായാലും ഇതുപോലെ തന്നെയാണ്. സോ കോസ് n into 90 degrees plus theta equal to plus or minus sin theta if n is odd. If n is odd, എന്നാൽ ഇവിടെ ഒരു odd multiple of 90 ആണ് വരുന്നതെങ്കിൽ അത് y ആക്സിസ് ആയിരിക്കും. അപ്പോൾ ഈ കോസ് സൈൻ ആകും. പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നുള്ളത് ഡിപ്പെൻഡ്സ് ഓൺ ദി ക്വാഡ്രന്റ് ഇൻ വിച്ച് ദിസ് ആംഗിൾ ലൈസ്. ഓക്കെ, ദി ഹോൾ ആംഗിൾ ലൈസ്. അതുപോലെ സൈൻ കോസ് n into 90 degrees plus theta equals plus or minus cos theta തന്നെ സെയിം റേഷ്യോ തന്നെയായിരിക്കും. ഈ n ഈവൻ ആണെങ്കിൽ, n ഈവൻ ആകുമ്പോൾ ഇത് x ആക്സിസ് ആയിരിക്കും. if n is even. Positive or negative depends on the quadrants. It depends on the quadrants in which the angle lies. Okay, in which the angle lies. Okay, അപ്പോൾ ഇത് ഞാനൊരു എക്സാമ്പിൾ പറയാം. For sin, say 3 into 90 degree plus 30 degree. അപ്പോൾ ഇത് ഓഡ് മൾട്ടിപ്പിൾ ഓഫ് 90 ആണ്, അതുകൊണ്ട് സൈൻ കോസ് ആണ്. അത് നമ്മൾ നേരത്തെ കണ്ടു. അപ്പൊ ഇത് കാരണം ഇത് y ആക്സിസ് ആണ്. ഇനി ഇതിന്റെ ക്വാഡ്രന്റ് എവിടെയാണെന്ന് നോക്കാം. ഈ ആംഗിൾ ഏത് ക്വാഡ്രന്റാണ്? 3 into 90. 3 into 90 എന്ന് പറഞ്ഞിട്ട് 190, 290, 390 പ്ലസ് ഫോർത്ത് ക്വാഡ്രന്റ്. ഫോർത്ത് ക്വാഡ്രന്റിൽ സൈൻ നെഗറ്റീവ് ആണ്. ഇനി ഈ സൈൻ കോസ് ആണ്, കാരണം y ആക്സിസ് ആയിരുന്നു കോസ് ആണ്. പിന്നെ ഇത് എഴുതിയാൽ ഇതാ കളയാം. സോ ദിസ് ഇസ് മൈനസ് കോസ് 30. അതുപോലെ tan say 4 into 90 degrees plus say 60. 4 into 90, 190, 290, 390, 490 ഇവിടെയാണ്. പ്ലസ് എന്ന് പറയുമ്പോൾ അത് ഫസ്റ്റ് ക്വാഡ്രന്റിൽ അത് പോസിറ്റീവ് ആണ്. ഇനി ഇത് ഇവിടെ ഇത് n ഈവൻ ആയതുകൊണ്ട് ഇത് മാറില്ല, tan തന്നെയായിരിക്കും. കാരണം ഇത് x ആക്സിസ് ആണ്. n ഈവൻ ആണെങ്കിൽ ഒന്നുകിൽ ഇവിടെ അല്ലെങ്കിൽ ഇവിടെ വരും. അപ്പോൾ x ആക്സിസ് പ്ലസ് തീറ്റ അല്ലെങ്കിൽ മൈനസ് തീറ്റ എന്ന് പറയുമ്പോൾ ആ റേഷ്യോ ചേഞ്ച് ചെയ്യില്ല. സോ ദിസ് ഇസ് സെയിം ആസ് tan 60 because say 7 into 90 degrees plus 45 degree. Okay, 790 എവിടെയാണ് നോക്കണം. So 190, 2, 3, 4, 5, 6, 790 ഇവിടെയാണ്. പ്ലസ് എന്ന് പറയുമ്പോൾ ഫോർത്ത് ക്വാഡ്രന്റ് ആണ്. ഫോർത്ത് ക്വാഡ്രന്റിൽ കോസ് നെഗറ്റീവ് ആണ്, മൈനസ് ഫോർത്ത് ക്വാഡ്രന്റിൽ കോസ് പോസിറ്റീവ് ആണ്, പ്ലസ്. ഇനി ഇത് ഓഡ് ആയതുകൊണ്ട് ഈ കോസ് സൈൻ ആയി മാറും. സോ ദിസ് ഇസ് സെയിം ആസ് sin 45 degree. Okay, ഇനി suppose tan 9 into 90 degrees
minus 45 degree. Okay. 9 into 90 degrees minus 45 degree. 9 into 90. 1, 3, 5, 7, 9 ഇവിടെയാണ്. 190, 390, 590, 790, 990. അല്ലെങ്കിൽ 1, 2, 3, 4, 5, 6, 7, 8, 9. ഇവിടെയാണ് 990. മൈനസ് എന്ന് പറയുമ്പോൾ അത് ഫസ്റ്റ് ക്വാഡ്രന്റ് ആണ്. ഫസ്റ്റ് ക്വാഡ്രന്റിൽ എല്ലാം പോസിറ്റീവ് ആണ്. ഇത് ഓഡ് മൾട്ടിപ്പിൾ ഓഫ് 90 ആയതുകൊണ്ട് ടാൻ അതിന്റെ കോ റേഷ്യോ ആയി മാറും. ടാൻ cot 45 ആയി മാറും. ഓക്കെ. Sine of 8 into 90 degrees minus 30 degree. 890 ഈവൻ മൾട്ടിപ്പിൾ ആണ്, അതുകൊണ്ട് സെയിം റേഷ്യോ തന്നെയാണ്. ഇനി പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നറിയാൻ ഇത് എക്സ് ആക്സ് ആണ്. ഈവൻ മൾട്ടിപ്പിൾ ഓഫ് 90 എക്സ് ആക്സ് ആണ്, അതുകൊണ്ട് സെയിം റേഷ്യോ സൈൻ തന്നെയാണ്. ഇനി ആദ്യം അറിയേണ്ടത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ. അത് 890 എവിടെയാണ് നോക്കും. 1, 2, 3, 4, 5, 6, 7, 8 ഇവിടെയാണ് 890. 890 മൈനസ് പറയുമ്പോൾ അത് മുന്നെയാണ്, പ്ലസ് എന്ന് പറയുമ്പോൾ അത് കഴിഞ്ഞിട്ടാണ്. അപ്പോൾ അത് ഫോർത്ത് ക്വാർട്ടർ ആണ്. ഫോർത്ത് ക്വാർട്ടറിൽ സൈൻ നെഗറ്റീവ് ആണ്. ഇനി ഇത് എക്സ് ആക്സ് ആയിട്ട് നമ്മൾ റേഷ്യോ ചേഞ്ച് ചെയ്യില്ല. ദിസ് ഈസ് സെയിം ആസ് മൈനസ് സൈൻ 30 ഡിഗ്രി. ഇനി ഇതിന്റെ വാല്യൂ കൂടെ ഇടാം. ആക്ച്വലി ദിസ് ഈസ് വാട്ട് മൈനസ് 1/2. ഒരു 3-4 എക്സാമ്പിൾസ് കൂടെ നോക്കാം. ഇപ്പോൾ cosec say 5 into 90 degrees minus 45 degree. 590 1, 3, 590 ഇവിടെയാണ്. 190 2, 3, 4 190 1, 2, 3, 4 590 ഇവിടെയാണ്. മൈനസ് പറയുമ്പോൾ ഫസ്റ്റ് ക്വാഡ്രന്റിൽ എല്ലാം പോസിറ്റീവ് ആണ്. അപ്പോൾ cosec പോസിറ്റീവ് ആണ്. ഇത് ഓഡ് ആയതുകൊണ്ട് അല്ലെങ്കിൽ ഇത് y ആക്സിസ് ആണ്. കണ്ടോ, y ആക്സിസ് മൈനസ് ആയതുകൊണ്ട് ഈ cosec അതെന്തായി മാറും, sec ആയി മാറും. സോ ദിസ് ഈസ് സെയിം ആസ് sec 45 ഡിഗ്രി. ഇനി ഇതിന്റെ വാല്യൂ എഴുതാൻ നമ്മൾ cos 45 എന്ന് നോക്കും. cos 45 1/√2 ആണ്. അതിന്റെ റെസിപ്രോക്കൽ ആണ് sec. സോ ദാറ്റ് ഈസ് √2. സോ ദി ആൻസർ ഫോർ ദിസ് ഈസ് √2. ഓക്കേ. അതുപോലെ suppose cot 8 into 90 degree minus 60 degree. 890 1, 2, 3 190 1, 2, 3, 4, 5, 6, 7, 8 ഇവിടെയാണ് 890. അത് എക്സ് ആക്സ് ആണ്. അല്ലെങ്കിൽ ഈവൻ ആണ്. ഈവൻ മൾട്ടിപ്പിൾ ആണെങ്കിൽ അത് എക്സ് ആക്സ് ആണ്. അപ്പൊ റേഷ്യോ ചേഞ്ച് ചെയ്തില്ല. അപ്പൊ ആദ്യം അതിന്റെ സൈൻ അറിയാം, പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ അറിയാം. ഇവിടെയാണ് മൈനസ് പറയുമ്പോൾ ഫോർത്ത് ക്വാഡ്രന്റ് ആണ്. ഫോർത്ത് ക്വാഡ്രന്റിൽ കോട്ട് നെഗറ്റീവ് ആണ്. കോസും സീക്കുമാണ് അവിടെ പോസിറ്റീവ്, കോട്ട് നെഗറ്റീവ് ആണ്. ഇത് ഈവൻ ആയതുകൊണ്ട് റേഷ്യോ ചേഞ്ച് ചെയ്യില്ല. പിന്നെ ഇതാ കളയാം, ഇത് മാത്രമേ മൈനസ് കോട്ട് 60 ഡിഗ്രി. ഇനി ഇതിന്റെ വാല്യൂ കാണാൻ ആദ്യം ടാൻ 60 ഡിഗ്രി എന്ന് നോക്കും. ടാൻ 60 ഡിഗ്രി √3 ആണ്. അങ്ങനെയാണെങ്കിൽ കോട്ട് 60 ഡിഗ്രി അതിന്റെ റെസിപ്രോക്കൽ ആണ്. സോ ദാറ്റ് ഈസ് 1/√3. It is a cosec 11 into 90 degrees minus 30 degree, plus 30 degree. Okay. Odd multiple of y axis ആണ്. Odd multiple of 90 y axis ആണ്. Remember this is the y axis. അത് എവിടെയാണെന്നോ 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11 ഇതാണ് 1190. പ്ലസ് പറയുമ്പോൾ അങ്ങോട്ട് പോകും. അത് ഫോർത്ത് ക്വാഡ്രന്റ് ആണ്. ഫോർത്ത് ക്വാഡ്രന്റിൽ cosec എന്താണ്, നെഗറ്റീവ് ആണ്. സൈനും നെഗറ്റീവ് ആണ്. ഫോർത്ത് ക്വാഡ്രന്റിൽ സൈൻ നെഗറ്റീവ് ആണ്, അതുകൊണ്ട് cosecum നെഗറ്റീവ് ആണ്. ഇനി ഇത് ഓഡ് മൾട്ടിപ്പിൾ ആണ് അല്ലെങ്കിൽ y ആക്സിസ് ആയതുകൊണ്ട് ഈ cosec അതിന്റെ കോ റേഷ്യോ മാറും. ദാറ്റ് ഈസ് sec. സോ ദാറ്റ് ഈസ് sec 30. ഇനി ഇതിന്റെ വാല്യൂ അറിയാൻ cos 30 നോക്കും. cos 30 ഡിഗ്രി √3/2 ആണ്. അങ്ങനെയാണെങ്കിൽ sec 30 എന്ന് പറയുന്നത് ഈ മൈനസ് ഉള്ള മൈനസ് sec 30 എന്ന് പറയുന്നത് എന്താണ് 2/√3.
and the say cosec, no, say cot 13 into 90 degrees plus 60 degree. Odd multiple of 90 ആണ്, അതുകൊണ്ട് y axis ആണ്. അത് എവിടെയാണ് നോക്കിയാൽ മുകളിലാണോ താഴെയാണോ നോക്കിയാൽ 1 2 3 4 5 6 7 8 9 10 11 12 13. ഓക്കെ, പ്ലസ് എന്ന് പറയുമ്പോൾ നമ്മൾ ആന്റി ക്ലോക്ക് വൈസ് മൂവ് ചെയ്യും. അപ്പോൾ അത് സെക്കൻഡ് ക്വാഡ്രന്റ് ആണ്. സെക്കൻഡ് ക്വാഡ്രന്റിൽ ടാൻ നെഗറ്റീവ് ആണ്, അതുകൊണ്ട് കോട്ടും നെഗറ്റീവ് ആണ്. ഇനി ഇത് ഓഡ് ആയതുകൊണ്ട് ഈ n ഓഡ് മൾട്ടിപ്പിൾ ഓഫ് 90 അല്ലെങ്കിൽ y ആക്സിസ് ആയതുകൊണ്ട് ഈ കോട്ട് അതിന്റെ കോറേഷ്യോ മാറും ടാൻ. പിന്നെ ഇത് എഴുതിയാൽ മതി മൈനസ് ടാൻ 60 ഡിഗ്രി റൂട്ട് 3 ആണ്. ഓക്കെ, or say sec 8 into 12 into 90 degrees minus say 30 degree. Even multiple of 90 ആണ്, അതുകൊണ്ട് ഇത് x axis ആയിരിക്കും. ഇത് അതെവിടെയാണ് നോക്കാം 1 2 3 4 5 6 7 8 9 10 11 12 ഇവിടെയാണ്. മൈനസ് എന്ന് പറയുമ്പോൾ അതിന് മുന്നേയാണ്, അപ്പോൾ അത് ഫോർത്ത് ക്വാഡ്രന്റ്. ശരിയല്ലേ? ഫോർത്ത് ക്വാഡ്രന്റിൽ നിങ്ങൾക്കറിയാം കോസ് പോസിറ്റീവ് ആണ്, അതുകൊണ്ട് സീക്കും പോസിറ്റീവ് ആണ്. ഇനി ഇത് എക്സ് ആക്സിസ് ആയതുകൊണ്ട് അല്ലെങ്കിൽ ഈവൻ മൾട്ടിപ്പിൾ ഓഫ് 90 ആയതുകൊണ്ട് ഈ റേഷ്യോ മാറില്ല. സോ അത് സീക്ക് ആയിട്ട് തന്നെ പിന്നെ ഇതൊക്കെ ഈ ആംഗിൾ എഴുതിയാൽ മതി മൈനസ് 630. കോസ് 30 റൂട്ട് 3/2 ആണ്, അതുകൊണ്ട് 632/2. ഓക്കെ, suppose cosec 13 into 90 degrees plus 13. Odd multiple of 90, അപ്പോൾ ഇത് y axis ആണ്, അപ്പോൾ റേഷ്യോ ചേഞ്ച് ഉണ്ട്, അപ്പോൾ cosec sec ആവും. അതിനൊക്കെ മുന്നേ ആദ്യം ലൊക്കേറ്റ് ചെയ്യണം ഈ ആംഗിൾ എവിടെയാണ് 13 1 2 13 90. So 1 1 2 3 4 5 6 7 8 9 10 11 12 13. പ്ലസ് എന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് മാറും സെക്കൻഡ് ക്വാഡ്രന്റ്. കൊസീക് ആണ് സെക്കൻഡ് ക്വാഡ്രന്റിൽ, ഇത് സെക്കൻഡ് ക്വാഡ്രന്റിലെ ആംഗിൾ ആണ്, അതിന്റെ കൊസീക് പോസിറ്റീവ് ആയിരിക്കും, കാരണം അവിടെ സൈൻ പോസിറ്റീവ് ആണ്, അത് പോസിറ്റീവ് ആണ്. ഇനി ഇത് y ആക്സിസ് ആയതുകൊണ്ട് ഈ കൊസീക് സീക്ക് ആയി മാറും, പിന്നെ ഇതങ്ങ് കളയാം. സോ സീക്ക് 30 ഡിഗ്രി, സീക്ക് 30 that is 2/40. ഓക്കെ, സോ ദിസ് ഈസ് ഹൗ. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇനിയൊരു കുറച്ചുകൂടെ ഉണ്ട്, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഇതെല്ലാം ഞാൻ പറഞ്ഞു, ഈ വീഡിയോസ് എല്ലാം റിപ്പീറ്റഡ് ആയിട്ട് കാണണം, എന്തെങ്കിലും അത് മനസ്സിലാവും. ഇതൊരു പുതിയ കോൺസെപ്റ്റാണ്, ഞാൻ ഇന്നലെ പറഞ്ഞു. കുറേയേറെ കാര്യങ്ങളുണ്ട്, പക്ഷെ അത് ആ ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല, സിമ്പിളാണ്. ആ ആംഗിൾ ലൊക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ്, ദാറ്റ് ഇസ് ദ മേജർ ടാസ്ക്. How to locate the angles. ആ ആംഗിൾ ലൊക്കേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അത് ഞാൻ പറഞ്ഞു y ആക്സിസുമായിട്ടാണ് നമ്മൾ ലിങ്ക് ചെയ്യുന്നതെങ്കിൽ, എന്നാൽ y ആക്സിസ് പ്ലസ് തീറ്റ അല്ലെങ്കിൽ മൈനസ് തീറ്റ ആണെങ്കിൽ ആ റേഷ്യോ കോ റേഷ്യോ ആയിട്ട് മാറും. പിന്നെ അത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നുള്ളതാണ് നമ്മൾ ആദ്യം ഡിസൈഡ് ചെയ്യുന്നത്. ആദ്യം നമ്മൾ ആ ആംഗിളിന്റെ ക്വാഡ്രന്റ് ഡിസൈഡ് ചെയ്ത് ഞാൻ പറഞ്ഞു, ഫോർ എക്സാമ്പിൾ സൈൻ n into 90 degrees പ്ലസ് തീറ്റ. ആദ്യം നമ്മൾ ചെയ്യുന്നത് ഇത് ഏത് ക്വാഡ്രന്റിലെ ആംഗിൾ ആണെന്നോ. അപ്പൊ ഇത് ഫസ്റ്റോ സെക്കൻഡോ ആണെങ്കിൽ അത് പ്ലസ് ആയിരിക്കും, അല്ല തേർഡോ ഫോർത്തോ ആണെങ്കിൽ അത് മൈനസ് ആയിരിക്കും. കാരണം ഫസ്റ്റിലും സെക്കൻഡിലും സൈൻ പോസിറ്റീവ് ആണ്, നിങ്ങൾക്കറിയാം. ഇത് ASGC ഓൾ പോസിറ്റീവ്, സൈൻ പോസിറ്റീവ്, ടാൻ പോസിറ്റീവ്, കോസ് പോസിറ്റീവ്. അപ്പോൾ ഈ ആംഗിൾ ആദ്യ ആംഗിളിന്റെ പൊസിഷൻ ലൊക്കേറ്റ് ചെയ്യും. അത് ഫസ്റ്റ് ക്വാഡ്രന്റോ സെക്കൻഡ് ക്വാഡ്രന്റോ ആണെങ്കിൽ പോസിറ്റീവ് ആയിരിക്കും, അല്ല തേർഡോ ഫോർത്തോ ആണെങ്കിൽ നെഗറ്റീവ് ആയിരിക്കും. പിന്നെ നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത് ഈ n ഈവൻ ആണോ ഓഡാണോ. n ഈവൻ ആണെങ്കിൽ സെയിം റേഷ്യോ തന്നെയാണ്, പിന്നെ ഈ തീറ്റ കഴിക്കാം. അല്ല n ഓഡാണെങ്കിൽ, ഇത് ഓഡാണെങ്കിൽ ഈ സൈൻ കോസ് അതിന്റെ കോ റേഷ്യോ ആയിട്ട് മാറും. സോ ദിസ് ഈസ് എ പ്രൊസീജിയർ. ഇത് തന്നെയാണ് ബാക്കി എല്ലാ ആംഗിൾസിലും. അതാണ് ഞാൻ ഇപ്പൊ ഇത്രയും പറഞ്ഞതിന്റെ ഒരു സമ്മറിയാണ് ഈ പറഞ്ഞത്. അപ്പോൾ ഇതെല്ലാം ആ പ്രിന്റഡ് മെറ്റീരിയൽ കാണും, നിങ്ങൾ അത് നോക്കുക. അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ.